നമസ്കാരം. നമ്മളിന്ന് അഗ്നിക്ക് ഉഡാൻ എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ തുടർന്നുള്ള ഭാഗം നമ്മൾ നോക്കുകയാണ്. प्रसंगवश मुझे यहाँ यह भी उल्लेख कर देना चाहिए कि पूरे इलाके में सिर्फ जलालुद्दीन ही थे जो अंग्रेजी में लिख सकते थे. അപ്പോൾ അവർ താമസിക്കുന്ന ആ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ പിതാവായ ജലാലുദ്ദീൻ മാത്രമായിരുന്നു ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ആൾ. जिसे भी जरूरत होती, चाहे वह अर्जी हो या कुछ, ജലാലുദ്ദീൻ ഉസെ അംഗ്രേസ് മേ ലിഖ് ദേത്തെ. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും മറ്റുള്ളവർക്കും ഒക്കെ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത് ഇദ്ദേഹമായിരുന്നു. മേരെ പരിചിതോ മേ ചാഹെ മേരെ പരിവാർ മേ ഹോ യാ ആസ്പാസ് പടോസ് മേ ജലാലുദ്ദീൻ കെ ബരാബർ ശിക്ഷ കാ സ്തർ കിസി കാ ഭി നഹി ഥാ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അത്രയും നിലവാരം വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലോ മറ്റ് എവിടെയോ ആരും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. और ना ही किसी को उनके बराबर बाहरी दुनिया के बारे में पता है. അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ ലോകപരിചയം മറ്റാർക്കും തന്നെ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. जलालुद्दीन मुझे हमेशा शिक्षित व्यक्तियों, वैज्ञानिक खोजों, समकालीन साहित्य और चिकित्सा विज्ञान की उपलब्धियों के बारे में बताते रहे. അപ്പോൾ അദ്ദേഹം എപ്പോഴും എനിക്ക് സയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളെക്കുറിച്ചും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചികിത്സാ വിജ്ഞാൻ മെഡിസിൻ പരമായിട്ടുള്ള ആരോഗ്യരംഗത്തെ നൂതന ആവിഷ്കാരങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. വഹീ थे जिन्होंने मुझे सीमित दायरे से बाहर निकाल कर नई दुनिया का बोध कराया. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഈ കാഴ്ചപ്പാടിൽ നിന്നും വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് എന്നെ നയിച്ചത് ഇദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ പിതാവാണ് എന്നുള്ളതാണ്. മേരെ ബാല്യകാലമേയും പുസ്തകയും एक दुर्लभ वस्तु की तरह हुआ करती थी. എൻ്റെ കുട്ടിക്കാലത്ത് പുസ്തകം എന്ന് പറയുന്നത് വളരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ദൗർലഭ്യമുള്ള ഒന്നായിരുന്നു. हमारे यहाँ स्थानीय स्तर पर एक पूर्व क्रांतिकारी या कहिए उग्र राष्ट्रवादी STR മാണിക്കം का निजी पुस्तकालय था. അപ്പോൾ അവിടെ ഒരു നിജി പുസ്തകാലയം, നിജി വളരെ വിപ്ലവകാരിയായ STR മാണിക്ക് പിന്നെ ഒരു നിജി പുസ്തകാലയം, സ്വന്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് വായനശാല അല്ലെങ്കിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. और उन्होंने मुझे हमेशा पढ़ने के लिए उत्साहित किया. അദ്ദേഹം എന്നെ എപ്പോഴും പഠിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. मैं अक्सर उनके घर से पढ़ने के लिए किताबें ले आया करता था. പലപ്പോഴും പഠിക്കാനായിട്ട് പുസ്തകം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വരാറുണ്ടായിരുന്നു വായിക്കാനൊക്കെ ആയിട്ട്. दूसरे जिस व्यक्ति का मेरे बाल जीवन का गहरा असर पड़ा वह मेरे चचेरे भाई शमशुद्दीन थे. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ആൾ എന്നെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച വ്യക്തിയാണ് ശംസുദ്ദീൻ, ചച്ചേരെ ഭായ്. वह रामेश्वरम में अखबारों का एकमात्र वितरक था. അപ്പോൾ പത്രങ്ങൾ വിതരണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. अखबार रामेश्वरम स्टेशन पर सुबह की ट्रेन से पहुंचते थे कि जो पाम्बन से आती थी. അപ്പോൾ രാവിലെ ട്രെയിനിലാണ് ഈ പത്രം വരിക, പാമ്പൻ പാലത്തിലൂടെ. इस अखबार एजेंसी को अकेले शमशुद्दीन ही चलाते थे. ആ പത്രത്തിന്റെ ഏജൻസി തനിച്ച് നടത്തിയിരുന്നത് ഈ ശംസുദ്ദീൻ ആയിരുന്നു. രാമേശ്വരം में अखबारों की जुमला
एक बाजार 1000 പ്രതിയാ बिकती थी. അവിടെ ഏകദേശം 1000 കോപ്പികൾ അവിടെ വിൽക്കപ്പെടുമായിരുന്നു. इन अखबारों में स्वतंत्रता आंदोलन से संबंधित ताज़ा खबरें, ज्योतिष से जुड़े संदर्भ और मद्रास के സർഫാ ബാസാർ കെ ഭാവ് പ്രമുഖത സെ ഹോത്തെ ഥി. അപ്പോൾ ഈ പത്രത്തിൽ എന്തൊക്കെയുണ്ട്? അതിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളുടെ വാർത്തകൾ, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വാർത്തകൾ, അതുപോലെ തന്നെ സർഫ ബാസാർ ആ മാർക്കറ്റിലെ വില വിവരങ്ങൾ, ഇവയൊക്കെ അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. महानगरीय दृष्टिकोण रखने वाले कुछ थोड़े ही से पाठक हिटलर, महात्मा गांधी और जिन्ना के बारे में चर्चाएं करते, जबकि ज्यादातर पाठकों में चर्चा का विषय सवर्ण हिंदुओं के रूढ़िवाद के खिलाफ पेरियार ईवी रामस्वामी द्वारा चलाया जा रहा आंदोलन होता. ദിൻമണി അഖ്ബാർ की मांग सबसे ज्यादा होती थी. അപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത് എന്താണ്? ദിൻമണിയുടെ അഖ്ബാറിനായിരുന്നു. चूंकि अखबार में जो कुछ भी छपा होता वह मेरी समझ से परे होता, इसलिए शमसुद्दीन द्वारा ग्राहकों को अखबार बांटने से पहले मैं सिर्फ अखबार में छपी तस्वीरों पर नजर डालकर ही संतोष कर लेता था. അപ്പോൾ എനിക്ക് വിഷയങ്ങളൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിലെ ചിത്രങ്ങളും ഈ പത്രങ്ങളിൽ വരുന്ന ചിത്രങ്ങളൊക്കെ നോക്കി അതിൽ തന്നെ സന്തോഷം കണ്ടെത്തുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. सन 1939 में जब द्वितीय विश्व युद्ध छिड़ा तब मैं 8 वर्ष का था. 1939 രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എനിക്ക് 8 വയസ്സായിരുന്നു. तभी बाजार में इमली के बीजों की अचानक तेज मांग उड़ी. അപ്പം പെട്ടെന്ന് അവിടെ ഇമിലിക്ക് ബീജം, പുളിയുടെ കുരു അല്ലെങ്കിൽ അതിൻ്റെ വിത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചു. जिसका कारण मुझे कभी समझ में नहीं आया. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. मैं इन बीजों को इकट्ठा करता और मस्जिद वाली गली में एक परचून की दुकान पर बेच देता. അപ്പോൾ അതുകൊണ്ട് ഇതിന് വില കൂടിയുകൊണ്ട് ഞാൻ ഈ സാധനം കളക്ട് ചെയ്ത് കടയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. പൈസ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. इससे मुझे एक आना रोज मिल जाता. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ഇത് വിറ്റ് ഓരോ അണ കിട്ടുമായിരുന്നു. विश्व युद्ध की खबरें जलालुद्दीन मुझे बताते रहते थे. അപ്പോൾ ലോക മഹായുദ്ധത്തിന്റെ വിവരങ്ങളൊക്കെ ജലാലുദ്ദീൻ പിതാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. जिन्हें बाद में दिनमणि अखबार में शीर्षक में ढूंढने को कोशिश करता. അപ്പോൾ അതുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് ദിൻമണി പത്രത്തിൽ ഹെഡിങ്ങിൽ വരുന്ന ഇതൊക്കെ അത് നോക്കാനായിട്ട് എന്നെ ഈ വിവരങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ പ്രേരിപ്പിച്ചു. विश्व युद्ध का हमारे यहाँ जरा भी असर नहीं हुआ. അപ്പം നമ്മുടെ നാട്ടിൽ, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇതിന്റെ ഒരു പ്രഭാവവും അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന്റെ അലകൾ അവിടേക്ക് എത്തിയില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു തരത്തിലുള്ള അതിന്റെ പ്രഭാവം ഉണ്ടായില്ല എന്നുള്ളതാണ്. लेकिन जल्दी ही भारत पर भी मित्र देशों की सेनाओं में शामिल होने का दबाव डाला गया. അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാരതത്തിലും അതുപോലെ തന്നെ ഭാരതത്തിലെ മറ്റ് സുഹൃത്ത് രാജ്യങ്ങൾക്കൊക്കെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള പ്രഷർ, സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളതാണ്. ദേശ് മേ ഏക് തരഹ കാ ആപാത്കാൽ ഘോഷിത് കർ ദിയ. അപ്പോൾ അതായത് എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടു രാജ്യത്ത്. അതാണ് ആപാത്കാൽ എന്ന് പറയുന്നത്. उसका पहला नतीजा इस रूप में सामने आया कि रामेश्वरम स्टेशन पर गाड़ी का ठहरना बंद कर दिया. അതിന്റെ ഫലമായിട്ട് ഉണ്ടായ ആദ്യ പരിണിത ഫലം എന്ന് പറയുന്നത് അവരുടെ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിർത്തുന്നത് അല്ലെങ്കിൽ നിർത്താതായി എന്നുള്ളതാണ്.
ऐसी स्थिति में अखबारों को बंडल रामेश्वरम और धनुषकोडी के बीच രാമേശ്വരം റോഡ് पर चलती ट्रेन से गिरा दिए जाते थे. അപ്പം അതുകൊണ്ട് അവിടെ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താത്തതുകൊണ്ട് ഈ പത്രക്കെട്ടുകൾ തന്നെ ചെയ്യും ഈ പോകുന്ന വഴിക്ക് എറിയുക. അപ്പോൾ അത് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കും എന്നുള്ളതാണ്. तब शमशुद्दीन को ऐसे मददगार की तलाश हुई जो अखबारों को बंडल छेलने और गिरे हुए बंडलों को उठाने में उनका हाथ बांध सके. അപ്പോൾ ഈ ശംസുദ്ദീൻ ഒരു സഹായകനെ ആവശ്യമായിട്ട് വന്നു ഈ പല സ്ഥലങ്ങളിലായി കിടക്കുന്ന ഈ പത്രക്കെട്ടുകൾ പെറുക്കി എടുത്തുകൊണ്ട് വരാനായിട്ട്. സ്വാഭാവിക മേ മദദ്കാർ ബന. അപ്പോൾ നാച്ചുറലായിട്ട് ഞാൻ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ സഹായിയായി മാറി. ഇസ് തരഹ് ശംസുദ്ദീൻ സെ മുझे अपनी पहली तनख्वाह मिली. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് തൻഖ്വാഹ് സാലറി അല്ലെങ്കിൽ ശമ്പളം വേതനം എനിക്ക് അങ്ങനെയാണ് ആദ്യമായിട്ട് കിട്ടിയത് എന്നുള്ളത്. ആദി शताब्दी गुजर जाने के बाद आज भी मैं अपने द्वारा कमाई पहली तनख्वाह पर गर्व करता हूँ. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാനിപ്പോഴും എനിക്ക് ആദ്യമായി കിട്ടിയ ആ ശമ്പളം അല്ലെങ്കിൽ വേതനം അഭിമാനത്തോടെ ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ്. എല്ലാ വ്യക്തികൾക്കും അങ്ങനെയാണ്. ആദ്യം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് വലിയ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നതും വളരെ അഭിമാനത്തോടെ നമ്മൾ ഓർക്കുകയാണ്. हर बच्चा एक विशेष आर्थिक सामाजिक और भावात्मक परिवेश में कुछ वंशानुगत ഗുണവും के साथ जम लेता है. എല്ലാ വ്യക്തികളും അവരുടെ വംശപരമായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയാണ് ജനിക്കുന്നത്. फिर संस्कारों के अनुरूप उसे ढाला जाता है. പിന്നീട് അവർ വരുന്ന സംസ്കാരവും വളർന്നു വരുന്ന സംസ്കാരവും ഒക്കെ ആയിട്ട് അതുമായിട്ട് താരതമ്യപ്പെട്ട് അവരിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. मुझे अपने पिताजी से विरासत के रूप में ईमानदारी और ആത്മാനുശീലൻ मिला था. അപ്പോൾ എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് പാരമ്പര്യമായിട്ട് തന്നെ എന്താണ് ഈമാൻദാരി സത്യസന്ധത, അതുപോലെ തന്നെ ആത്മാനുശാസൻ ഒരു ആത്മനിയന്ത്രണം, ഒരു അച്ചടക്കം, അതുപോലെ ഇതൊക്കെ അതുപോലെ തന്നെ തഥാ മാസ ഈശ്വരമേ വിശ്വാസ്. അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിയത് എന്താണ്? ഈശ്വര വിശ്വാസം ആണ്. ഓർ കരുണാഭാവം, കരുണ, മറ്റുള്ളവരോടുള്ള കരുണാഭാവം. അപ്പോൾ ഇത് എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. യഹി ഗുണ മേരെ തീനോ ഭായി ബഹനോ കോ ഭി വിരാസത് മേ ലി. അപ്പോൾ ഇത് ഈ ഗുണങ്ങൾ എൻ്റെ 3 ഭായിമാർക്കും സഹോദരന്മാർക്കും ഒക്കെ ഈ ഗുണം കിട്ടിയിട്ടുണ്ട്. लेकिन मैंने जलालुद्दीन और शमसुद्दीन के साथ अपना जो समय गुजरा उसका मेरे बचपन में एक अद्वितीय योगदान रहा और इसी के रहते मेरे जीवन में सारे बदलाव आए. ഇതൊക്കെയാണെങ്കിലും ഈ ജലാലുദ്ദീൻ്റെയും ശംസുദ്ദീൻ്റെയും കൂടെ ഉള്ള ചെലവഴിച്ച സമയമാണ് എന്താണ് വളരെയധികം മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കിയത്. സ്കൂളി ശിക്ഷ നഹി होने के बाद भी जलालुद्दीन एवं शमसुद्दीन इतनी सहज बुद्धि के थे और मेरे अखदनीय संदेशों का योम छट से जवाब देते थे कि बचपन में मैं बिना किसी खिचखिचाहट से अपनी सृजनात्मकता को उनके बीच रख सका. അപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ലാത്തവരാണ് ഈ ജലാലുദ്ദീനും അതുപോലെ തന്നെ ശംസുദ്ദീനും എങ്കിൽ പോലും എന്താണ് പല കാര്യങ്ങളിലും എൻ്റെ സംശയങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വെക്കാനും അവരെനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ ഓർക്കുകയാണ്. बचपन में मेरे 3 पक्के दोस्त थे, രാമാനന്ദ ശാസ്ത്രി, അരവിന്ദൻ और ശിവപ്രകാശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഉറ്റ സുഹൃത്തുക്കൾ 3 പേരായിരുന്നു. അതാണ് രാമാനന്ദ്, അരവിന്ദൻ और शिवप्रकाश. ये तीनों ही ब्राह्मण परिवार से थे. रामानंद शास्त्री तो रामेश्वरम मंदिर के सबसे बड़े पुजारी പക്ഷി ലക്ഷ്മൺ ശാസ്ത്രി കാ ബേട്ട था. അപ്പോൾ ഇവർ 3 പേരും ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അതുപോലെ തന്നെ ആരാണ്? രാമാനന്ദ് എന്ന് പറയുന്ന പൂജാരി പക്ഷി ലക്ഷ്മൺ ശാസ്ത്രിയുടെ മകനാണ്. अलग अलग धर्म पालन पोषण पढ़ाई लिखाई को लेकर हमें किसी भी बच्चे ने कभी भी आपस में कोई भेदभाव महसूस नहीं किया.
പലതരത്തിലുള്ള മതങ്ങളും അതുപോലെ തന്നെ ആചാര രീതിയും വളർന്നതും പഠിച്ചതൊക്കെ ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ പരസ്പരം വലിപ്പച്ചെറുപ്പമോ ഭേദഭാവമോ ഒന്നും തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. आगे चलकर रामानंद शास्त्री तो अपने पिता के स्थान पर रामेश्वर मंदिर का पुजारी बना. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ഈ രാമാനന്ദൻ തന്റെ പിതാവിന്റെ ആ ജോലി ഏറ്റെടുത്ത് പൂജാരിയായി. अरविंदन ने तीर्थयात्रियों को घुमाने के लिए ടെമ്പോ ചലാനെ കാ കാരോബാർ കർ ലിയ. മറ്റൊരു സുഹൃത്തായ അരവിന്ദൻ എന്താണ് ചെയ്തത്? അദ്ദേഹം ഈ തീർത്ഥാടകരെയൊക്കെ കൊണ്ടുപോകുന്ന ടെമ്പോ ട്രാവലിൽ കൊണ്ടുപോകുന്ന ആ ഒരു ബിസിനസ്സാണ് ചെയ്തത്. और शिवप्रकाशन दक्षिण रेलवे में खान पान का ठेकेदार हो गया. ശിവപ്രകാശൻ എന്തായിരുന്നു ദക്ഷിണ റെയിൽവേയിൽ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്ന അതിൻ്റെ ഒരു ठेकेदार എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കോൺട്രാക്ടറായിട്ട് മാറി എന്നുള്ളതാണ്. प्रतिवर्ष होने वाले श्री सीताराम विवाह समारोह के दौरान हमारा परिवार विवाह स्थल तक भगवान श्री राम की मूर्तियों ले जाने के लिए विशेष प्रकार की नावों का बंदोबस्त किया करता. അപ്പോൾ എല്ലാ വർഷവും നടക്കുന്ന സീതാരാമ വിവാഹ ആഘോഷത്തിൽ അതിൽ പങ്കെടുക്കാനായിട്ട് ഈ ശ്രീരാമന്റെ മൂർത്തി പ്രതിമയൊക്കെ പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് വള്ളത്തേൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് അവിടെ. അപ്പോൾ യഹ് വിവാഹ സ്ഥൽ തലാബ് കെ ബീച്ചോം ബീച്ച് സ്ഥിത് ഥ. അപ്പോൾ വിവാഹം നടക്കുന്നത് ഈ കുളത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ മധ്യത്തിലായിട്ടാണ്. और इसमें इसे രാമതീർത്ത് कहते हैं. അതിനെ പറയുന്നത് രാമതീർത്ത് എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. ये हमारे घर के पास ही था. ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. मेरी माँ और दादी घर के बच्चों को सोते समय रामायण के किस्से और पैगंबर मोहम्मद से जुड़ी ഖടായെ സുനാത്തി. അപ്പോൾ എൻ്റെ അമ്മ അതുപോലെ മുത്തശ്ശിയൊക്കെ കുട്ടികൾക്ക് ഉറങ്ങുന്ന സമയത്ത് രാമായണത്തിലെയും അതുപോലെ തന്നെ മുഹമ്മദ് പ്രവാചകനായ മുഹമ്മദിന്റെയും കഥകൾ പറഞ്ഞു. जब मैं रामेश्वरम के प्राइमरी स्कूल में 5वीं कक्षा में था तब एक दिन एक नए शिक्षक हमारी कक्षा में आए. അപ്പോൾ ഞാൻ രാമേശ്വരത്തിലെ പ്രൈമറി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പുതിയ ശിക്ഷക് പഠിപ്പിക്കുന്ന ആൾ വന്നു, പുതിയൊരു സാറ് വന്നു. मैं टोपी पहना करता था जो मेरे मुसलमान होने का प्रतीक था. ഞാൻ തൊപ്പി ധരിക്കാറുണ്ടായിരുന്നു, അത് മുസൽമാന്റെ ഒരു പ്രതീകം എന്ന രീതിയിൽ. कक्षा में मैं हमेशा आगे की पंक्ति में जनेऊ पहने रामानंद शास्त्री के साथ बैठा करता. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ മുമ്പിൽ ജനേവ് പഹനെ രാമാനന്ദ ശാസ്ത്രിയുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ नए शिक्षक को एक हिंदू लड़के का मुसलमान लड़के के साथ बैठना अच्छा नहीं लगा. അപ്പോൾ ആ പുതിയ പഠിപ്പിക്കാൻ വന്ന സാറിന് ഒരു ഹിന്ദു കുട്ടി മുസൽമാൻ കുട്ടിയുടെ അടുത്ത് ഇരിക്കുന്നത് ശരിയായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. उन्होंने मुझे उठाकर पीछे वाली बेंच पर चले जाने को कहा. അതായത് എന്നോട് എണീറ്റ് പുറകിലത്തെ ബെഞ്ചിൽ പോയിരിക്കാനായിട്ട് എന്നോട് പറഞ്ഞു. മുझे बहुत बुरा लगा. അതെനിക്ക് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അതൊരു ചീത്ത കാര്യമായിട്ട് ശരിയായ കാര്യമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. രാമാനന്ദ് ശാസ്ത്രിക്കോ ഭി യഹ് ബഹുത് ഖല. രാമാനന്ദ് ശാസ്ത്രിക്കും അത് വളരെയധികം വിഷമമുണ്ടാക്കി എന്നുള്ളതാണ്. मुझे पीछे की पंक्ति में बैठाए जाते देख वह काफी उदास नजर आ रहा. എന്നെ പുറകെ കൊണ്ടിരുത്തിയപ്പോൾ അവന് വലിയ വിഷമം അവനുണ്ടായി. उसके चेहरे पर जो रुवासी के भाव थे उनकी मुझ पर गहरी छा पड़ी. അവന്റെ മുഖം ഇങ്ങനെ കരയാൻ പോകുന്ന പോലെയുള്ള രീതിയിലുള്ള വിഷമമുള്ള അവന്റെ മുഖം അത് എന്നിലും വിഷമമുണ്ടാക്കി എന്നുള്ളതാണ്. स्कूल की छुट्टी होने पर हम घर गए और सारी घटना अपने घरवालों को बताई. അപ്പോൾ സ്കൂൾ വിട്ട് അവധിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ഈ നടന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെന്ന് പറയുകയാണ്. यह सुनकर लक्ष्मण शास्त्री ने उस शिक्षक को बुलाया और कहा कि उसे निर्दोष बच्चों के दिमाग में इस तरह सामाजिक असमानता एवं सांप्रदायिकता का विष नहीं घोलना चाहिए. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ലക്ഷ്മൺ ശാസ്ത്രി
എന്ത് ചെയ്തു, അദ്ദേഹം ആ അധ്യാപകനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു, നിർദ്ദേശം കൊടുത്തു. ഈ കുട്ടികളുടെ മനസ്സിലേക്ക്, അവരുടെ ബുദ്ധിയിലേക്ക് ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യപരമായിട്ടുള്ള വ്യത്യാസവും ഇത്തരത്തിലുള്ള ചിന്തകൾ, വേർതിരിവിൻ്റെതായ മതപരമായ ചിന്തകളൊന്നും അവരുടെ ഇതൊക്കെ വളരെ വിഷമാണ്, വിഷത്തിന് തുല്യമായിട്ടുള്ള ചിന്തയാണ്, രണ്ട് രീതിയാണെന്നൊക്കെയുള്ള. അപ്പം അത്തരം ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ളതാണ്. ഹം സബ് ഫി ഉസ് വക്ത് വഹാ മൗജൂദ്, ഇത് പറയുമ്പോഴൊക്കെ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ലക്ഷ്മൺ ശാസ്ത്രീനെ ഉസ് ശിക്ഷക് സെ സാഫ് സാഫ് കഹ ദിയാ കി യാ തോ വഹ ക്ഷമാ മാംഗെ യാ ഫിർ സ്കൂൾ ചോഡ്കർ യഹാ സെ ചലാ ജായ്. അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ്, ഒന്നെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കുക, അല്ലെങ്കിൽ സ്കൂൾ വിട്ടു പോവുക എന്നാണ്. उस शिक्षक ने अपने किए व्यवहार पर न सिर्फ दुख व्यक्त किया, बल्कि लक्ष्मण शास्त्री के कड़े रूख एवं धर्मनिरपेक्षता में उनके विश्वास से उस नौजवान शिक्षक में अत्यंत बदलाव आ गए. ആ യുവാവായിട്ടുള്ള ആ അധ്യാപകനിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിൽ ദുഃഖം പ്രകടിപ്പിച്ചു. അപ്പോൾ അതുപോലെ മതപരമായിട്ടുള്ള വേർതിരിവ് പാടില്ലെന്നുള്ള കാര്യം അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതകഥയിലെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, APJ അബ്ദുൽ കലാം നമ്മളെപ്പോലെ തന്നെ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും നമ്മളെപ്പോഴും സാധാരണക്കാരനായ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും പോലെയുള്ള ഒരു അനുഭവങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അസാധാരണത്വമോ ഒന്നും അദ്ദേഹം അതിൻ്റെ അനുഭവങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരനായ ഒരാൾക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ തലത്തിലേക്ക് കഠിനാധ്വാനത്തിലൂടെ എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം, പ്രചോദനം എന്താണ്? സത്യസന്ധതയും അതുപോലെ തന്നെ അർപ്പണ മനോഭാവവും കഠിനാധ്വാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വരുവാനായിട്ട് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ള സന്ദേശം നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലൂടെ അല്ലെങ്കിൽ ജീവിത അനുഭവം നമുക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.